عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا ومولانا صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، فقد قال الله سبحانه وتعالى في قرآنه المجيد: بسم الله الرحمن الرحيم. رب زدني علما. قال رسول الله صلى الله عليه وسلم: العلم حياة الإسلام. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألوي على أحد. يا سيدي سندي أوصي ويا مددي، كل ظهيرا على الأعداء بالمدد. وعلى محمد سيدنا മൗലാന സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്വം ബൃഹത്തമായ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഹയാത്തുൽ ഇസ്ലാം സ്ഥാപനങ്ങളുടെ അനുഷിധ്യനായ പ്രസിഡന്റ് അഭിമന്യ മുസ്തഫ സഖാഫി ഉസ്താദ് അവர்கள், ഈ മജ്‌ലിസിനെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കി നമ്മയെല്ലാം ആവേശഭരിതരാക്കിയ പാണാവള്ളി ദാറുൽ ഹിക്കം സ്ഥാപനങ്ങളുടെ അധിപനും നമുക്കെല്ലാം ഏറെ ആദരണീയരുമായ പാണാവള്ളി ദാരിമി ഉസ്താദ് അവர்கள், കായംകുളം മജ്‌ലിസ് സഖാഫത്ത് സുന്നിയ സ്ഥാപനത്തിലെ മുദരിസും നമുക്കെല്ലാം ബഹുമാന്യരുമായ ബഷീർ ഫൈസി ഉസ്താദ് അവர்கள், കായംകുളം ഹാഷിമിയ മുദരിസ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അബ്ദുൾ റഷീദ് മദനി ഉസ്താദ് അവர்கள், വേദിയിലും സദസ്സിലുമുള്ള മാന്യ സഹോദരി സഹോദരന്മാർ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ അരുമക്കിടാങ്ങൾ, പഠിതാക്കൾ, മുതഅല്ലിമുകൾ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ആദ്യന്തം ഖബൂലാക്കുമാറാകട്ടെ. ഹയാത്തുൽ ഇസ്ലാം സ്ഥാപനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരോത്തരം ഉയർത്തുമാറാകട്ടെ. ഇതുപോലെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ നമുക്കവൻ ഉദക്കം ചെയ്യുമാറാകട്ടെ. നമുക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനർഘമായ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന അനശ്വരവാക്യങ്ങളിൽ അത്യന്തം ശ്രദ്ധേയവും കാര്യമാത്ര പ്രസക്തമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്. ബഹുമാന്യരായ ചാലിശ്ശേരി തങ്ങളും തഹാ ഉസ്താദ് അവர்களுം വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദീർഘമായ ഒരു ഭാഷണത്തിന് ഒരുങ്ങുന്നില്ല. 25 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന
ഹയാത്തുൽ ഇസ്ലാം സ്ഥാപനങ്ങളെ ഈയുള്ളവൻ ആർക്കും പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. അത് ഈ സ്ഥാപനം പടുതലയിൽ അനിവാര്യമായ സമയത്താണ് ക്രാന്തദർശിയായ എൻ്റെ വലം കൈയും എൻ്റെ നേതാവുമായിരുന്ന ഷെയ്ഖുന ഫറൂഖ് അബൂബക്കർ ഉസ്താദ് അവர்கள் മുൻകൈയെടുത്ത് ഈ സ്ഥാപനത്തിന് ബീജാപാപം നൽകിയത്. 25 വർഷം ഒരു നീണ്ട കാലയളവാണ്. ഇതിനുള്ളിൽ ഈ സ്ഥാപനം വൈജ്ഞാനിക രംഗത്ത് ഒരുപാട് പടവുകൾ ചവിട്ടിക്കയറി. ഇന്ന് അഭിമാനകരമാം വിധം ഈ സ്ഥാപനത്തിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവർക്കും അഭിമാനകരമായ നിലയിൽ ഒരു സ്ഥാപനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രദേശം ഉറങ്ങിപ്പോകുമായിരുന്നു. ആ അവസ്ഥക്കൊരു മാറ്റം വരുത്തി ഈ സ്ഥാപനം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായപ്പോൾ ഇതിനു വേണ്ടി സ്ഥലം നൽകിയവരുണ്ട്. മറ്റു പല നിലയിലും സഹകരിച്ചവരും സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അവരിൽ ചിലരൊക്കെ മരണപ്പെട്ടു പോയി. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനർഘമായ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെ സ്വർഗത്തിൽ കടത്തുമാറാകട്ടെ. അതുപോലെ തന്നെ പലരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം കുടുംബസമേതം അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവർക്ക് അളവറ്റ സവാബുകൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു പ്രദാനിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ദീർഘമായി സംസാരിക്കണമെന്ന് ഉദ്ദേശ്യമില്ല. നമ്മുടെ മഹല്ലിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ഷംസുദ്ദീൻ ഹാജിയും അതിൻ്റെ പ്രഗത്ഭനായ സെക്രട്ടറി കബീർ കുട്ടി ഹാജിയും പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളായ പണ്ഡിതന്മാരും സർവോപരി മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവറുകളും സാദാത്തുക്കളും ഒക്കെ നിങ്ങളോട് സംവദിക്കാൻ ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ മെനക്കെടുന്നില്ല. ഇതൊരു വൈജ്ഞാനികമായ സദസ്സാണ്. ഈ സദസ്സ് സ്വർഗത്തിലെ പൂന്തോപ്പിൽ നിന്നുള്ള ഒരു പൂന്തോപ്പാണ് എന്ന് വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അരുളിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അദബ് പാലിച്ചുകൊണ്ടാണ് നാം മജ്‌ലിസിലിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാനികേതനങ്ങളുണ്ട്. നമ്മുടെ വടുതലയിൽ തന്നെ പല സ്ഥാപനങ്ങളുമുണ്ട്. നമ്മുടെ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ അബൂബക്കർ ഉസ്താദിൻ്റെയും ത്വഹാ ഉസ്താദിൻ്റെയും ഒക്കെ പരിശ്രമഫലമായി ഉയർന്നു നിൽക്കുന്ന മജ്‌ലിസ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അബ്ദുള്ള ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള ദാറുൽ ഹിക്കം, അങ്ങനെ പല സ്ഥാപനങ്ങളിലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഒരുപാട് പഠിതാക്കളുണ്ട്. പഴയ അവസ്ഥ മാറി മതവും ഭൗതികവുമായ വിദ്യാഭ്യാസം തുറന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മുടെ പ്രതീക്ഷകളാണ്. പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾ ഉയർന്നു വരണം, നിലനിൽക്കണം. നമ്മുടെ ഹയാത്തിന് വേണ്ടി ഈ ഹയാത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജലാലുദ്ദീൻ മദനിയുടെ നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇതിനെ സന്ദേശം അറിയിക്കുകയും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല
വലിയ സവാബുകൾ നൽകുമാറാകട്ടെ. ഒരുപാട് സമയം സംസാരിക്കാൻ ഉദ്ദേശമില്ല. ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഒരു സ്ഥാപനം വെറുതെ നിലനിൽക്കുകയില്ല. എല്ലാവരും സഹകരിച്ചെങ്കിൽ മാത്രമേ, പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ. ഒരുപാട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ തന്നെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നമ്മുടെ ഫണ്ട്, സാമ്പത്തികം എന്നത് വലിയൊരു പ്രശ്നമാണ്. സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ മുമ്പ് ഗൾഫ് നാടുകളിലേക്കൊക്കെ ആളുകൾ പോകുമായിരുന്നു. ഇന്നിപ്പോൾ പഴയ അവസ്ഥ മാറി. ആ സുവർണകാലം ഗൾഫിലില്ലാത്തത് കൊണ്ട് എല്ലാവരും സഹകരിച്ചിട്ടാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത്. സഹകരണമില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല. കുട്ടികളുടെ ദൈനംദിന ചെലവുകൾക്ക് തന്നെ ഭീമമായ സംഖ്യ ഈ ഹയാത്ത് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ്. അതെല്ലാം ഉദാരമതികളായ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒരു വൈജ്ഞാനിക പൈതൃക വീണ്ടെടുപ്പിന് വിജ്ഞാനം എന്ന പ്രമേയത്തിലാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പൈതൃകങ്ങൾക്ക് നിലനിൽക്കണം. നൂറ്റാണ്ടുകളായി നിലനിന്നു വരുന്ന നമ്മുടെ എല്ലാ പൈതൃകവും പാരമ്പര്യവും, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യമാണെങ്കിലും ശരി, നമ്മുടെ സമൂഹത്തിൻ്റെ പാരമ്പര്യമാണെങ്കിലും ശരി, നമ്മുടെ ദീനിൻ്റെ പാരമ്പര്യമാണെങ്കിലും ശരി, എല്ലാം നിലനിൽക്കണം. അതിനൊന്നും മൂല്യശോഷണം സംഭവിക്കാൻ പാടില്ല. അതൊക്കെ അതിനെതിരായ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. വൈജ്ഞാനികമായ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മാത്രമേ അതിനെയെല്ലാം തടയിടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പള്ളി ദർസുകൾ, അറബി കോളേജുകളൊക്കെ ഇവിടെ ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ആദർശ സമൂഹത്തെ വളർത്തിയെടുക്കാൻ അത് അനിവാര്യമാണ്. അവരെല്ലാം നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മുതൽക്കൂട്ടാകണം. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ മഹല്ലുകൾക്ക്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ മുസ്ലിം സൊസൈറ്റിക്ക് മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്ത നമ്മുടെ എല്ലാ സമൂഹത്തിനും നമ്മൾ ഉപകാരപ്പെടുന്നവരായി മാറണം. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നടത്തി കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യം എല്ലാ മതവിശ്വാസികളും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. എല്ലാ ജനങ്ങളും തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ്. നമ്മുടെ സഹോദര സമുദായങ്ങളാണ്. സഹോദര സമുദായമായ ഹൈന്ദവരാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത്, 85%. അവരുടെ എല്ലാം വിശാലത കൊണ്ടാണ് ഈ മതങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും സംസ്കാരങ്ങളുമൊക്കെ ഏതൊരു കൊട്ടവും തട്ടാതെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അവരുടെ സഹിഷ്ണുതയെ എത്ര പുകഴ്ത്തിയാലും മതിയാവുകയില്ല. അതൊക്കെ ഇവിടെ എന്നെന്നും നിലനിൽക്കണം. അതൊക്കെ നാടിൻ്റെ പൈതൃകമാണ്, നാടിൻ്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് കോട്ടമുണ്ടാക്കുന്ന ഒരു പ്രവണതയും ആരിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല. മതമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും മതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വിഭാഗീയതയുണ്ടാവുകയില്ല, നമുക്ക് തീവ്രവാദമുണ്ടാവുകയില്ല, അപകടകരമായ വാദങ്ങൾ ഉണ്ടാവുകയില്ല. സമാധാനമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ സമാധാനം ഇവിടെ നിലനിർത്താനും അത് കൈവരിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ വിജ്ഞാനമുള്ള തലമുറ വളർന്നു വരണം, അവർ ഉത്ബുദ്ധരാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആശ്വാസത്തിന് വകയുള്ളൂ. വിജ്ഞാനമില്ലാത്ത സമൂഹം വളർന്നു വരാൻ പാടില്ല. ഇതിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വൈജ്ഞാനികമായ എല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ എല്ലാ വിജ്ഞാനീയങ്ങളിലും നമ്മുടെ എല്ലാവരും ആ വിജ്ഞാനീയങ്ങളൊക്കെ സ്വാംശീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ തലമുറകളെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള പ്രയത്നമാണ് നാം നടത്തേണ്ടത്. ഈ കാലഘട്ടത്തിൽ അത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയത്നങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹയാത്തിന് വേണ്ടിയുള്ള എല്ലാ ജലാലുദ്ദീൻ മദനി
അവരുടെ നേതൃത്വത്തിലുള്ള എല്ലാവരുടെ പരിശ്രമങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്ഥാപനങ്ങളെയൊക്കെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരോത്തരം ഉയർത്തുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله. أشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فلعالم فضل على من يعبد فضل البدور على الكواكب في الجلاء. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹയാത്തുൽ ഇസ്ലാം എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ വാർഷിക പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു തആല പൂർത്തീകരിച്ചു കൊടുത്തു. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഒരു നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അങ്ങനെ കുറച്ച് കർമ്മങ്ങൾ മാത്രം പഠിപ്പിച്ച ഒരു മതം അല്ല. മറിച്ച് അതെല്ലാം വളരെ പ്രധാനമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ഈമാനാണ്, വിശ്വാസമാണ്. وفسر الإيمان بالتصديق والنطق فيه الخلف بالتحقيق
ഈമാൻ എന്ന് പറയുന്നത് എന്തിനാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട സർവ വിഷയങ്ങളും വിശ്വസിച്ച് അംഗീകരിക്കുക, അതാണ് ഈമാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ ആശയങ്ങളും, അതിൽ അനിഷേധ്യമായി അറിയപ്പെട്ട മുഴുവൻ വിഷയങ്ങളും വിശ്വസിച്ച് അംഗീകരിക്കുക. കുട്ടികളെ അസേര എടുക്കണ്ട, എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്ന ഒരു സലാത്തിൽ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇരിക്കുന്നതിന് മുമ്പ് ഈ നിൽക്കുന്ന ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക, താഴോട്ട്. കസേര ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറിയിരിക്കുക, ഇല്ലെങ്കിൽ ഇരിക്കണ്ട, ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി. അപ്പുറം കസേര തികഞ്ഞതിന് ശേഷം ഇപ്പുറം ഇരിക്കുക. എന്നാൽ പിന്നെ വരുന്നവർക്ക് ഇവിടെ ഈ വന്ന് നേരെ വന്നിരിക്കാൻ സാധിക്കും. അങ്ങോട്ട് കയറിയിരിക്കാനാവില്ല, സൈഡിലേക്ക്. ഇവിടെയുള്ളവർ അങ്ങോട്ട് മാറിയിരിക്കണം. മുന്നിലെ കസേര ഫുള്ളാക്കുക, സൈഡിൽ കസേര ഫുള്ളാക്കുക. എല്ലാവരും അങ്ങോട്ടേക്ക് മാറിയിരിക്കുക. പ്രസംഗം തുടങ്ങിയാൽ പിന്നെ ഒരു കസേര എടുക്കൽ, പിന്നെ ഒരു അണ്ടിപ്പരിപ്പ് കൊടുക്കൽ, അങ്ങനത്തെ പരിപാടി ഒന്നും പറ്റില്ല. അപ്പോൾ ആൾക്കാരെ ശ്രദ്ധ ഒക്കെ മാറിപ്പോകും. എല്ലാവരും ഒന്ന് ആ കസേര അങ്ങ് ഫില്ല് ചെയ്താലേ ഇനി വരുന്നവർക്ക് ബാക്കിൽ ഇരിക്കാമല്ലോ. അതിനല്ല മുന്നിലെ സപ്പ് പൂർത്തിയായിട്ടില്ല, രണ്ടാമത്തെ സപ്പ് തുടങ്ങാൻ പാടുള്ളൂ. അവിടെ കസേരക്ക് നമ്മൾ വെറുതെ വാടക കൊടുത്താൽ പറ്റില്ല. അല്ലാ, ഇരുന്നോളൂ. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഈമാൻ അത് തീരെ ഇല്ല. ഫലാ വറബ്ബിക ലാ യുമിനൂൻ, അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, അവർ വിശ്വസിക്കുന്നില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഏത് വിഷയത്തിൽ ചർച്ചയുണ്ടോ, തർക്കമുണ്ടോ, ആ വിഷയത്തിൽ അങ്ങേ തീരുമാനം കൽപ്പിക്കുന്ന വ്യക്തിയായി അംഗീകരിക്കണം. ثم لا يجدوا في أنفسهم حرجا مما قضيت, പിന്നെ ഓ നബിയെ തങ്ങളെടുത്ത തീരുമാനത്തിൽ ഒരു മനപ്രയാസവും തോന്നാൻ പാടില്ല. അപ്പോഴേ മുഅ്മിനാകൂ. വയുസല്ലിമൂ തസ്ലീമാ, പൂർണ്ണമായും അങ്ങയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ ജീവിതം നയിക്കണം. അവിടുന്ന് പഠിപ്പിക്കുന്ന ആശയങ്ങൾ പരിപൂർണമായി അംഗീകരിക്കണം. അവിടുത്തെ തീരുമാനം അംഗീകരിക്കണം. അപ്പോഴേ അവർ ഈമാനുള്ളവരാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നുണ്ടല്ലോ. ഈമാൻ വർദ്ധിക്കൽ എങ്ങനെയാണ്? ഈമാനിന്റെ ഫലങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. ഈമാനിന്റെ ഫലങ്ങളാണ് ഈമാൻ അനുസരിച്ചുള്ള അമലുകൾ. സൽക്കർമ്മങ്ങളെല്ലാം ഈമാനിന്റെ ഭാഗമാണ്. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. ആ ഓപ്പറേറ്റർ ഒന്ന് നന്നായിട്ട് തുറന്നട്ടെ.
ഈമാൻ 70-ലധികം ശാഖകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു വിശ്വാസമുള്ളവനല്ലേ മുസ്ലിം ആകുള്ളൂ, അല്ലാത്തവർ മുസ്ലിമീങ്ങളാകൂലല്ലോ. അതുതന്നെയാണ് അടിത്തറ. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂലാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്. അത് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണമല്ലോ, അല്ലാത്തവൻ മൂമിനല്ലല്ലോ. ഒന്നാമത്തേത് അതാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്. ഈമാനിൽ നിന്ന് ഏറ്റവും ചെറിയ ശാഖ അത് ജനങ്ങൾ പോകുന്ന വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കി ജനങ്ങൾക്ക് സൗകര്യം ചെയ്യലാണ്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെടാത്ത ഒന്നുമില്ല. സമൂഹത്തിന് ചെയ്യുന്ന എന്തെല്ലാം ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ഈമാനിന്റെ ഭാഗമാണ്. അഥവാ സാലിഹായ അമലുകളെല്ലാം ഈമാനിന്റെ ഭാഗമാണ്. ഞാനതിപ്പോൾ ഇവിടെ വിശദീകരിക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഉറച്ച ഈമാൻ നമുക്കുണ്ടാകണം. അല്ലാഹു ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിൻ്റെ മതമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ജീവിത പരിപാടി അത് ദീനുൽ ഇസ്ലാമാണ്. ആ ഇസ്ലാം ദീൻ ആർക്കും ശല്യമുള്ളതല്ല, ആരെയും വേദനിപ്പിക്കുന്നതല്ല, ആർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതല്ല. മറിച്ച് എല്ലാ ജീവികൾക്കും നന്മ മാത്രം നൽകുന്ന മതമാണ് അൽ ഇസ്ലാം. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു തആല അൻഹു ശിഷ്യന്മാരെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ, ശാഫിഈ മദ്ഹബിലെ വലിയ വലിയ കിതാബുകൾ രചിച്ച വലിയ മഹാപണ്ഡിതനാണ്. ഒരു നായ അങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുന്നു. ശിഷ്യന്മാരിൽ ഒരാൾ ആ നായയെ അതാ തെളിച്ചോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിനെ എറിഞ്ഞോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മഹാനവറുകൾ പറയുന്നു, പറ്റൂല മോനെ, ഇന്ന ഹാദിഹി ത്വരീഖ മുസ്തറഖത്തുൻ ബൈനി വ ബൈനൽ കൽബ്. ഈ വഴി നടന്നു പോകുന്ന റോഡുണ്ടല്ലോ, അത് എനിക്കും ആ നായക്കും ഷെയറാണ്. നായ പിന്നെ ഹെലികോപ്റ്ററിൽ പോകാനാണോ? ഇതിലല്ലാതെ അതെവിടെ എങ്ങനെ പോകും? എനിക്കും പോകണം ഈ വഴിയിലൂടെ, നായക്കും പോകണം ഈ വഴിയിലൂടെ. ഞാൻ പോകുന്നു എന്ന നിലക്ക് നായയെ തടയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എത്ര വിശാലമാണ്. ഒരു സങ്കുചിതത്വവും ഇസ്ലാമിലില്ല. അത് തന്നെയല്ലേ സുഹൃത്തുക്കളെ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു തങ്ങളൊരു മഹാപണ്ഡിതനുണ്ടെന്ന് കേട്ടു. പണ്ഡിതനുണ്ടെന്ന് കേട്ടാൽ പഠിക്കാൻ പോവുകയാണല്ലോ. ഒരു വിജ്ഞാനദാഹിയുടെ സ്വഭാവം. അറിവ് എവിടെ കിട്ടുമോ അവിടെ നിന്ന് നേടിയെടുക്കണം. അൽ ഇൽമു ളഅല്ലത്തുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യൻ തെരഞ്ഞു പിടിക്കേണ്ട സംഗതിയാണ് അറിവെന്ന് പറയുന്നത്. ആ അറിവാണല്ലോ ആദ്യമായി മനുഷ്യന് കൊടുത്ത് ആദരിച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് ഈ ആദമിന് വലിയ ബഹുമാനമുണ്ടെന്ന് തെളിയിക്കപ്പെടാൻ അല്ലാഹു ആദ്യം തന്നെ ചെയ്തത് ഇൽമു കൊടുത്തുകൊണ്ട് ബഹുമാനിച്ച് കാണിക്കുകയല്ലേ. എന്നിട്ടതിന് ശേഷം ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ കൽപ്പിക്കുകയല്ലേ ചെയ്തത്. മലക്കുകളെല്ലാം പടച്ചവന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കുന്ന മഅസൂമിങ്ങളാണല്ലോ, തെറ്റ് വരാത്തവരാണല്ലോ. ലോകത്ത് തെറ്റ് വരികയില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കക്ഷികൾ മലക്കുകളും അമ്പിയാക്കളുമാണല്ലോ.
അത് നമുക്കറിയാമല്ലോ. അല്ലാഹു തആല തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പലർക്കും ഭാഗ്യം കൊടുത്തേക്കാം, അതിന് നബിയാകണമെന്നില്ല. പക്ഷേ തെറ്റ് ചെയ്യാതെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാകുന്നവർ വഇസ്മത്തുൽ ബാരി ലികുല്ലിൻ ഹുതിമാ, അത് അമ്പിയാക്കളും മലക്കുകളുമാണ്. ആ മലക്കുകളോട് ഈ അടുത്ത് സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽമു കൊടുത്ത് ബഹുമാനിച്ച ബഹുമാനം പ്രകടമായപ്പോൾ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നു. മലക്കുകളും നടങ്കം സുജൂദ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, പക്ഷേ അവൻ മലക്കിൽപ്പെട്ടവനല്ല, വർഗം വേറെയാണ്. കാനമിനൽ ജിൻ, അവൻ ജിന്നിൽപ്പെട്ടവനാണ്, മലക്കിൽപ്പെട്ടവനല്ല. അവന്റെ പേരാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് ഉണ്ടല്ലോ, അവനതാ സുജൂദ് ചെയ്യുന്നില്ല. മലക്കുകളുടെ കൂടെ ഇരിക്കുമ്പോൾ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ അവനും സുജൂദ് ചെയ്യുന്നതല്ലേ അദബ്. പക്ഷേ അവൻ ആ അദബ് കാണിച്ചില്ല. അവൻ അറിയാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് അഹങ്കാരം കൊണ്ടാണ് ആ അദബ് കാണിക്കാതിരുന്നത്. അല്ലാഹു അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ അഹങ്കാരത്തിന്റെ മറുപടിയാണ് പറഞ്ഞത്, അസ്ജുദു ലിമൻ ഖലഖത തീനാ, കളിമണ്ണിനാൽ നീ പടച്ച ഇവന്, തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? സുബ്ഹാനല്ലാഹ്, അവന്റെ അഹങ്കാരം എവിടെ എത്തിപ്പോയി? ലോകസട്ടാവായ പടച്ചവന്റെ നിയമത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അവന്റെ അഹങ്കാരം വളർന്നുപോയി. അവൻ അല്ലാഹുവിന്റെ ആ നിയമത്തെ ചോദ്യം ചെയ്യുകയാണ്. അവൻ അഹങ്കാരം പ്രകടിപ്പിക്കുകയാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, നീ അവനെ കളിമണ്ണ് കൊണ്ടല്ലേ പടച്ചത്, എന്നെ തീ കൊണ്ടല്ലേ പടച്ചത്. അവന്റെ ധാരണ തീക്കാണ് കളിമണ്ണിനേക്കാൾ ബഹുമാനമെന്നാണ്. പിഴച്ചുപോയ എല്ലാ കക്ഷികളും അങ്ങനെയാണ്. പിഴച്ച ആശയമാണ് ശരിയെന്ന് ധരിക്കുന്നവരാണ്. അവരുടെ പിഴച്ച ആശയം ശരിയാണെന്ന് ധരിക്കുന്നവരാണ് പിഴച്ചു പോകുന്ന എല്ലാ കക്ഷികളും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നൽകുന്ന ഹിദായത്തിന്റെ വെളിച്ചം അത് റബ്ബ് നൽകുന്ന വലിയ സമ്മാനമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു അവന്റെ വെളിച്ചത്തിലേക്ക് അവൻ ഉദ്ദേശിച്ചവരെ വഴിതിരിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. തെളിവ് കിട്ടിയത് കൊണ്ടൊന്നും ഒരാളും നന്നാകണമെന്നില്ല. മറിച്ച് നന്നാകണമെങ്കിൽ അല്ലാഹു തആല ആ വെളിച്ചം കരിഞ്ഞു നൽകണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് തന്ന ഈമാനിന്റെ വെളിച്ചം, ഹിദായത്തിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഇവിടെയെല്ലാം ധാരാളം സസ്യങ്ങളുണ്ട്, ഇവിടെയെല്ലാം ധാരാളം ധാന്യങ്ങളുണ്ട്. പക്ഷേ ഒരു ധാന്യവും തീയിൽ മുളക്കൂല, ഒരു സസ്യവും തീയിൽ മുളക്കൂല, ഒരു മരുന്നും തീയിൽ മുളക്കൂല. മനുഷ്യന് ഉപകാരപ്രദമായ ഫ്രൂട്ട്സുകളാകട്ടെ, ധാന്യങ്ങളാകട്ടെ, മരുന്നുകളാകട്ടെ, അതെല്ലാം ഉയർന്നു വളർന്നു വരുന്നത് മണ്ണിൽ നിന്നാണ്. ആ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം നബിക്കാണോ ബഹുമാനം? അല്ല, ഒരു നന്ദിയില്ലാത്ത തീ എന്ന് പറയുന്ന സാധനം. എൻ്റെ സ്വഭാവം നമുക്കറിയാലോ. തീ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ആരോ ഒരാൾ വളരെ അധ്വാനിച്ച് തീ കൊണ്ടുവന്ന് ആ തീക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ്. തീൻ്റെ ഭക്ഷണം തന്നെ വിറകാണ്, അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അറിയാതെ തീയുമായിട്ട് കുറച്ചങ്ങ് അടുത്തു പോയാൽ സുബ്ഹാനല്ലാഹ്, അയാളെ കൈകൊള്ളിക്കും. ഇത്ര നന്ദിയില്ലാത്തൊരു സാധനം. ആ നന്ദിയില്ലാത്ത തീ, അതിൽ ഇവിടെ എന്താണ് മുളച്ചു വരുന്നത്? അതിലെന്താണ് വളരുന്നത്? മണ്ണ്. നമുക്കറിയാം, ഒരു സ്ഥലത്ത് കിണർ കുഴിച്ചു, അതിൻ്റെ ഇപ്പുറത്ത് ഒരു കക്കൂസിന്റെ ഒരു ടോയ്ലറ്റിന്റെ ടാങ്ക് നിർമ്മിക്കുകയാണ്. എഞ്ചിനീയർ പറയും ഒരു 15 മീറ്റർ അപ്പുറം. അതെന്തിനാ? അഥവാ ഇതിലുള്ള മാലിന്യങ്ങൾ അങ്ങനെ മെല്ലെ മണ്ണിലൂടെ നീങ്ങി പോയാലും കിണറ്റിലെത്തുമ്പോഴേക്ക് ഈ മണ്ണിലൂടെ അതങ്ങ് ഫിൽട്ടർ ചെയ്തു പോകണം, മണ്ണിലൂടെ അത് ശുദ്ധീകരിക്കപ്പെട്ടു പോകണം. ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സാധനമാണ് മണ്ണ്. അതേ സമയത്ത് അങ്ങനെയല്ലല്ലോ തീ. അങ്ങനെ തുടങ്ങി തീയും മണ്ണും തമ്മിൽ
ചിന്തിച്ചു നോക്കിയാൽ ഒരു സ്ഥലത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് കുറച്ച് മണ്ണ് വാരി ഇട്ടാൽ തീ പോയ വൈകിണ്ടാവില്ല, അഡ്രസ് ഉണ്ടാവില്ല. ഇങ്ങനെ തീയിനേക്കാൾ എത്രയോ ബഹുമാനവും ആദരവുമുള്ള വസ്തു മണ്ണാണ്. പക്ഷേ വിഡ്ഢിയായ ഇബ്ലീസിന് അവന്റെ യുക്തിവാദിയായിക്കൊണ്ടുള്ള ചിന്ത വന്നപ്പോ അല്ലാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുക എന്ന ചിന്തക്ക് പകരം അവന്റെ വളരെ ദുർബലമായ ബുദ്ധി കൊണ്ട് അഥവാ യുക്തി കൊണ്ട് ചിന്ത വന്നപ്പോൾ പടച്ചവന്റെ നിയമത്തെ ചോദ്യം ചെയ്തു. അല്ലാഹു ബഹുമാനിച്ച ആദം നബി അലൈഹിസ്സലാമിനെ നിന്ദിച്ചു. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോടാ പുറത്ത് എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ നിന്ന് അവനെ ദൂരീകരിച്ചു. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂര് സൈനയിലേക്ക് പോവാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് പോവാണ്. പോകുമ്പോ വഴിക്ക് ഇബ്ലീസിനെ കണ്ടു. ഇബ്ലീസ് കരയാണ്, അല്ലാതെ കരയാണ്. എന്തിനാ കരയുന്നത്? എന്തിനാ ചോദിച്ചപ്പോ ഞാനൊരു തെറ്റ് പണ്ട് ചെയ്തു പോയി, അത് പടച്ചവരൊന്ന് പുറത്തു തരാൻ വേണ്ടി നിങ്ങളൊന്ന് പറയോ, ഒരു റെക്കമെൻഡ് ചെയ്യോ എനിക്ക് വേണ്ടി. സുബ്ഹാനല്ലാഹ്, മഹാന്മാര് റെക്കമെൻഡ് ചെയ്താല് അതുകൊണ്ട് ഗുണം കിട്ടുന്ന ഇബ്ലീസിനടക്കം വിവരമുണ്ട്. ആ വിവരമില്ലാത്തവരുണ്ട് വേറെ. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പരിശുദ്ധ ഖുർആൻ ഓതി തന്നു. ആ ഖുർആനിൽ നമുക്ക് കാണാം മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹ് പറയാണ് യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ജനങ്ങൾക്ക് ദോഷം പുറത്തു കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന മലക്കുകൾ. മലക്കുകൾക്ക് ഒരു ഡ്യൂട്ടി തന്നെ കൊടുത്തിരിക്കുക അല്ലാഹു തആല, പാവങ്ങളായ നമുക്ക് വേണ്ടി, പാവപ്പെട്ട നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ. കാരണം അവർ മഅ്സൂമീങ്ങളാണ്, അവർ തെറ്റ് ചെയ്യാത്തവരാണ്. അവർ പറഞ്ഞിട്ട് നമുക്ക് പുറത്തു തരാൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അള്ളാഹു എന്തൊക്കെ ഒരു കാരണം ഉണ്ടാകുമ്പോൾ ഓരോ കാര്യം ചെയ്യാൻ. അള്ളാഹുവിന് കാരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. മരുന്ന് കുടിക്കാതെ തന്നെ രോഗം അള്ളാഹുവിനെ സുഖപ്പെടുത്താം. പക്ഷേ അള്ളാഹു തആല മരുന്ന് കുടിക്കുമ്പോഴാണ് പലപ്പോഴും രോഗം മാറ്റുക, അല്ലെ മന്ത്രിക്കുമ്പോഴാണ് മാറ്റുക, അല്ലെങ്കിൽ തെറാപ്പി ചെയ്യുമ്പോഴാണ് മാറ്റുക, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് മാറ്റുക. രോഗം സുഖപ്പെടുന്നവൻ അള്ളാഹുവാണ്. ഓപ്പറേഷൻ രോഗം മാറ്റൂല, തെറാപ്പി രോഗം മാറ്റൂല, മരുന്ന് രോഗം മാറ്റൂല. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. ഇതൊരു കാരണമാണ്. കാരണം ഉള്ളത് കൊണ്ട് നടന്നോളണമെന്നുണ്ടോ? അതുമില്ല. കാരണം ഇല്ലെങ്കിൽ നടന്നുകൂടാന്നുണ്ടോ? അതുമില്ല. പക്ഷേ കാരണവുമായി ബന്ധപ്പെടണമെന്നത് നിർദ്ദേശമാണ്. നിർദ്ദേശം സ്വീകരിക്കണമല്ലോ. യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് പാപം പൊറുക്കാൻ മലക്കുകൾ ആവശ്യപ്പെടണമെന്ന് റബ്ബിന്റെ തീരുമാനം. ഇനിയോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ്, എല്ലാ സൃഷ്ടികളെക്കാളും ആദരവുള്ളവർ നബിതങ്ങളാണല്ലോ. ആ നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശം അതല്ലേ. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരുടെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. ഖുർആൻ നബിതങ്ങളോട് പറയാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. എന്തിന്? ഈമാനുള്ള ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക എന്നത് അല്ലാഹുവിന് താല്പര്യമാണ്. അതിനു വേണ്ടി ഒരു കാരണമുണ്ടാക്കുകയാണ്. അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട നബി പറഞ്ഞാൽ ഞാൻ പുറത്തു കൊടുക്കാം. അത് തന്നെയല്ലേ ഖുർആനിൽ വേറൊരു സ്ഥലത്ത് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, തെറ്റ് ചെയ്തു പോയവർ അങ്ങയെ സമീപിക്കട്ടെ, എന്നിട്ട് അങ്ങയുടെ സമീപത്ത് നിന്ന് അവർ പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവർക്ക് വേണ്ടി റെക്കമെൻഡും ചെയ്യട്ടെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കഥീർ രേഖപ്പെടുത്തിയത് കാണാം. വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിന്റെ പുറമെ തങ്ങളെ സമീപിക്കുന്ന കക്ഷികൾ
തങ്ങളോട് റെക്കമെൻഡിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യട്ടെ. എന്നിട്ട് അവിടുന്ന് പൊറുക്കലിനെ ചോദിക്കട്ടെ. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, ധാരാളം തൗബ സ്വീകരിക്കുന്നവനായി റഹ്മത്ത് ചെയ്യുന്നവനായി അവർക്ക് അല്ലാഹുവിനെ എത്തിക്കാമല്ലോ. അപ്പൊ നബിതങ്ങളുടെ റെക്കമെൻഡ് ആവശ്യപ്പെടണമെന്നതും ഖുർആൻ, നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് ഖുർആൻ. അങ്ങനെ ഒരു റെക്കമെൻഡിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവന്റെ ഈമാനിന് കേടുണ്ടെന്ന് ഖുർആൻ. അതല്ലേ ഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. നബിയേ, തങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാൻ വരൂ എന്ന് പറഞ്ഞിട്ട് മുനാഫിഖീങ്ങളെ വിളിച്ചാൽ, ഈമാനില്ലാത്തവരെ വിളിച്ചാൽ അവരതിന് തുനിയൂല. അവര് പിന്തിരിഞ്ഞു പോകും, തലയങ്ങ് കുലുക്കി തിരിഞ്ഞു പോകും. അവര് തങ്ങളോട് റെക്കമെൻഡിന് പറയൂല. അത് ഈമാനില്ലാത്തവരുടെ ലക്ഷണമാണെന്ന് ഖുർആൻ. അപ്പോൾ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി ഫഹുവ ശഫീഉ വൽ ഹബീബു ലിൽ ഇലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയ റെക്കമെൻഡ് ചെയ്യുന്ന നേതാവ്. അതുകൊണ്ടാണല്ലോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാൾ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യർ, അങ്ങനെ ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ അവിടെ വന്ന ഗവർണർ അബൂ ജഅഫർ എന്ന് പറയുന്ന ആള് ഒരൽപ്പം ശബ്ദത്തിൽ സംസാരിച്ചപ്പോ, ഓ ഗവർണറേ, ഇവിടെ ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റൂല. ഹുർമത്തുഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ബഹുമാനത്തിന് ഒരു കുറവും വഫാത്തിന്റെ ശേഷം ഇല്ല കേട്ടോ. ദിനേന ബഹുമാനം കൂടുകയാണല്ലോ. ഖുർആൻ തന്നെ പറഞ്ഞത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അതേ ദുനിയാവിനേക്കാൾ കൂടുതൽ ഖൈറാണെന്നല്ലേ. ദുനിയാവിന്റെ ശേഷമുള്ള ജീവിതം ഇരിക്കട്ടെ. ഓ അബൂ ജഅഫർ, നിങ്ങൾ ഇവിടെ ഉറക്ക ശബ്ദിക്കാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ അതാ അവിടുത്തെ സന്നിധാനമാണ്. അത് പറഞ്ഞപ്പോ ആലിമീങ്ങളെ അനുസരിക്കണല്ലോ. അബൂ ജഅഫറിൽ മൻസൂർ അത് അംഗീകരിച്ചു. അബൂ ജഅഫർ ഇമാം ഖാദി റളിയല്ലാഹു കിതാബ് സിഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. അദ്ദേഹം അച്ചടക്കത്തോടെ നിന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. യാ അബാ അബ്ദുല്ലാഹ് أستقبل القبلة أدعو أو أم أستقبل رسول الله صلى الله عليه وسلم. ഞാൻ റസൂലുള്ളാഹിനെക്കുള്ള തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്കണോ, അല്ല ഖിബലക്ക് തിരിഞ്ഞു നിന്ന് ദ്വാരക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബലിസ്തഖ്ബിൽഹു, നബി തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നിന്നോ. വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലേ, ഷോർട്ട് പറയാണ് ഞാൻ. വസ്തശ്ഫി ബിഹി, ആ നബിതങ്ങളോട് റെക്കമെൻഡ് തേടിക്കോ, ശഫാഅത്ത് തേടിക്കോ. കാരണം വഖദ് ഖാല തആല വലൗ അന്നഹും ളലമു അൻഫുസഹും അല്ലായ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, റെക്കമെൻഡ് തേടുക എന്ന് പറയുന്നത് അത് മുഅ്മിനീങ്ങളെ ലക്ഷണമാണ്. അതിന് തയ്യാറാകാതിരിക്കുന്നത് നിഫാഖിന്റെ ലക്ഷണമാണ്. ഇബ്ലീസ് തുറന്നു തന്നെ കുഫർ പറഞ്ഞവനാണ്, അവൻ കാപട്യമുള്ളവനല്ല. അതേ സമയത്ത് അവൻ തുറന്ന് കുഫർ കാണിച്ചവനാണ്. ആ പച്ചക്കാ
മൂസാ നബിക്ക് വലിയ സന്തോഷമായി പോയി. കാരണം ഇവൻ നന്നായ ബാക്കിയൊക്കെ നന്നാവുമല്ലോ, ഇവർ റെഡിയായ ബാക്കിയൊക്കെ റെഡിയാവില്ലേ. മൂസാ നബി അലൈഹി സ്വലാം ആവേശത്തോടെ പോയി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. ഇബ്ലീസ് ഇങ്ങനെ തൗബ ചെയ്ത് കരയുന്നുണ്ട്, അതുകൊണ്ട് അവന്റെ ദോഷമൊന്ന് പുറത്തു, തൗബ സ്വീകരിച്ചൂടെ? അള്ളാഹ് പറഞ്ഞു, ഓ അതിന് കുഴപ്പമില്ലല്ലോ, സ്വീകരിക്കാമല്ലോ. പക്ഷെ അയാളോട് പറ, അദ്ദേഹത്തോട് പറ, ഇബ്ലീസിനോട്, അവനോട് പറ, എന്ത്? മൂസാ നബി ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാഞ്ഞിട്ടല്ലേ പുറത്താക്കിയത്? അതുകൊണ്ട് ആദം നബിയുടെ ഖബറിന് പോയിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ. ഇവിടെ അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും മുമ്പും പവറിന് വ്യത്യാസമൊന്നും ഇല്ലാന്നല്ലേ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അള്ളാഹ് പറയാണ്, മൂസാ നബിന്റെ ഖബറിന് പോയി സുജൂദ് ചെയ്യാൻ പറ. നമുക്ക് ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല കേട്ടോ, അത് വേറെ വിഷയമാണ്. അള്ളാഹുവിന് ആർക്ക് സുജൂദ് ചെയ്യാനും എന്തിന് സുജൂദ് ചെയ്യാനും പറയാൻ അധികാരമുണ്ടല്ലോ. നമുക്ക് നമ്മളെ നിയമം, ശരീഅത്തിന്റെ നിയമം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. ചില വിവരമില്ലാത്തവർ അജ്മീറിൽ പോയിട്ട് സുജൂദ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ വേറെ ചില മഹാന്മാരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നവരുണ്ട്. ചില വ്യാജ ത്വരീഖത്തുകാർ അവരെ ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരുണ്ട്. അത് ഇസ്ലാമല്ല, കഠിനമായ തെറ്റാണ്. ഫത്ഹുൽ മുനീദ് മുതഅല്ലിമീങ്ങൾക്കറിയാം. ലോകത്തുള്ള എല്ലാ കിതാബിലും ഇമാമിങ്ങൾ പറഞ്ഞതാണ്, തോന്നിയാസം ചെയ്യാൻ പാടില്ല. എന്നിട്ട് അതൊക്കെ സുന്നികളുടെ തലയിൽ വെച്ച് കെട്ടുന്ന കുറെ വിവരം കെട്ടവരുണ്ട്. ഓ സഹോദരന്മാരെ, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. മൂസാ നബി തിരിച്ചു വരുമ്പോൾ ആവേശത്തോടെ ഇബ്ലീസിനോട് പറയുന്നു, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ആദം നബിയുടെ ഖബറിന് സുജൂദ് ചെയ്യാൻ. ഇബ്ലീസിന്റെ മറുപടി എന്താണ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അയാൾക്ക് സുജൂദ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോ മരിച്ചിട്ട് ചെയ്യാനാണോ? അതിനെന്നെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്, ഇവന്റെ തൗബക്ക് വല്ല കാര്യമുണ്ടോ? ഇത് അല്ലാഹുവിന് നേരത്തെ തന്നെ അറിയാമല്ലോ, അവൻ നന്നാകുന്ന ജാതിയല്ല. ഇന്നലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. നീ ഒരു കാലത്തും നന്നാവൂലടാ, നിനക്ക് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടൂല എന്ന് പടച്ചവൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു തആല നമുക്ക് നൽകുന്നൊരു വലിയ സമ്പത്താണ്. അവൻ കനിഞ്ഞു നൽകുന്നതാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. ആ ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് നിലനിർത്തി ജീവിക്കാൻ കഴിയണം. അങ്ങനെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അതിനാവശ്യം എന്താണ്? അതിന് നമ്മുടെ ഇസ്ലാമിന് ജീവൻ വേണം. അതേ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമു എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവനാണ്. ഇസ്ലാമിന്റെ ജീവൻ അറിവാണ്. ആ അറിവ് എത്രത്തോളമുണ്ടോ അത്രത്തോളം മനുഷ്യന്റെ ഈമാൻ സംരക്ഷിക്കാൻ കഴിയും, അവന്റെ ഇസ്ലാം സംരക്ഷിക്കാൻ കഴിയും. സിറാജുൽ ഹുദയുടെ കലണ്ടർ നിങ്ങൾക്കെല്ലാം കിട്ടുമ്പോൾ ഓരോന്ന് വാങ്ങിക്കൊണ്ടുപോയി ആളുകൾ കാണുന്ന സ്ഥലത്ത് ചുമരിന്റെ മുകളിൽ തൂക്കണം. അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു സംഭാവനയും കൊടുത്തോളൂ. സിറാജുൽ ഹുദ ഒരു മാസം ചെലവ് ചെയ്യണമെങ്കിൽ സുബ്ഹാനല്ലാഹ് 80 ലക്ഷം റുപ്യ വേണം ചെലവിന് ഒരു മാസത്തേക്ക്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചെലവ് പറഞ്ഞു, എന്നോട് വലിയ സംഖ്യ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി കൊടുക്കണം. പക്ഷെ 80 ഇല്ല, പിന്നെ 10 ഇല്ല. അതിന് തന്നെ എത്രയാ ബുദ്ധിമുട്ടുന്നത് അതിന്റെ സംഘാടകർക്കേ അറിയുള്ളൂ. അപ്പൊ എത്രയും കൊടുക്കാതെ ഞാൻ പറഞ്ഞു, ഒരു 100 റുപ്യെങ്കിലും കൊടുത്താൽ സന്തോഷമായി, 50 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കലണ്ടർ വാങ്ങിക്കൊണ്ടുപോയി തൂക്കണം. എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. സിറാജുൽ ഹുദയിൽ പഠിച്ച ഷഫീഖ് ഹാഷിമി അടക്കം ഇവിടെ ഈ സ്ഥാപനത്തിലും സേവനം ചെയ്യുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറും ബർക്കത്തും കയറ്റി കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇസ്ലാമിന്റെ ജീവൻ അറിവാണ്. ഈ അറിവ് ലഭിക്കൽ എങ്ങനെയാണ്? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ധരിക്കുകയാണ്, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. അറിവ് ലഭിക്കൽ അധ്വാനിച്ച് പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അധ്വാനിച്ച് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ ഉണ്ടാകണം. അവർക്ക് പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളും ഉണ്ടാകണം, മുദരിസുമാരും ഉണ്ടാകണം. അത് ഖിയാമത്ത് നാൾ വരെ തുടരണം. അപ്പോഴേ അല്ലാഹുവിന്റെ ദീനിന്റെ ജീവൻ നിലനിൽക്കൂ. ദീനിന്റെ ജീവൻ നിലനിർത്തുക എന്നത് നമ്മുടെ കടപ്പാടാണ്. അല്ലാഹുവല്ലേ നമുക്ക് വെള്ളം നൽകുന്നവൻ, അവനല്ലേ ഭക്ഷണം നൽകുന്നവൻ.
അവനല്ലേ കാണാൻ കണ്ണ് നൽകുന്നവൻ, അവനല്ലേ കാഴ്ച നൽകുന്നവൻ, അവനല്ലേ കാത് നൽകുന്നവൻ, അവനല്ലേ സംസാരിക്കാൻ നാവ് തന്നവൻ. നാവുള്ളത് കൊണ്ട് സംസാരിച്ചു കൊള്ളണമെന്നില്ല, അത് റബ്ബ് സഹായിച്ചാലേ കഴിയൂ. നാവുള്ളത് കൊണ്ട് സംസാരിക്കണമെന്നില്ല, കാതുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണമെന്നില്ല, കണ്ണുള്ളത് കൊണ്ട് കണ്ടുകൊള്ളണമെന്നില്ല, കാലുള്ളത് കൊണ്ട് നടക്കാൻ കഴിയണമെന്നില്ല, കൈയുള്ളത് കൊണ്ട് പിടിക്കാൻ കഴിയണമെന്നില്ല. കഴിവ് എന്ന് പറയുന്നത് അതാത് പ്രവർത്തനം നടത്തുമ്പോൾ അള്ളാഹു അപ്പോൾ കൊടുക്കുന്നതാണല്ലോ. സുബ്ഹാനല്ലാഹ്. 65 വയസ്സോളം കൈകൊണ്ട് പലതും ഉയർത്തിയവൻ ഒരു ദിവസം അതാ കൈകൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കൈയില്ലാഞ്ഞിട്ടല്ല, കഴിവ് അല്ലാഹു തആല കൊടുക്കാതെ കൈ ഉയർത്താൻ കഴിയൂല, താഴ്ത്താൻ കഴിയൂല, ചലിപ്പിക്കാൻ കഴിയൂല. ഓ സുഹൃത്തുക്കളെ, ഇതൊക്കെ അവയവങ്ങളാണ്. എന്നാൽ അതിനേക്കാളെല്ലാം വില പിടിച്ച പല ഉപകരണങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. അതാ ഓരോ സെക്കൻഡിലും പ്രവർത്തിക്കുന്ന ഹാർട്ടുണ്ടല്ലോ, ബ്രെയിൻ ഉണ്ടല്ലോ, കരളുണ്ടല്ലോ, കിഡ്നി ഉണ്ടല്ലോ, അങ്ങനെ പലതും പലതും നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. അതെല്ലാം കൃത്യമായി സൃഷ്ടിച്ച് അതെല്ലാം സംരക്ഷിച്ച് ഓരോ സെക്കൻഡിലും നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ മാത്രമല്ല, മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിശ്ശബീഹി വന്നദീരി. എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനുമായി അല്ലാഹ്, ഖാലിഖു കുല്ലി ശൈ. അതേ കരവസ്തുക്കളെ മാത്രമല്ല, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവനായ അല്ലാഹ്. ഞാൻ എൻ്റെ കൈപൊക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശിക്കുക എന്ന ഉദ്ദേശത്തെ അള്ളാഹു ആദ്യം ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിക്കാതെ, ഞാൻ ഉദ്ദേശിക്കണമെന്നത് അള്ളാഹു ഉദ്ദേശിക്കാതെ എനിക്ക് ഉദ്ദേശിക്കാൻ കഴിയൂല. ഉദ്ദേശിച്ചാൽ തന്നെ അള്ളാഹു എൻ്റെ കൈ ഉയർത്തണമെന്ന് ഉദ്ദേശിക്കാതെ എൻ്റെ കൈ ഉയർത്താൻ കഴിയൂല. അവൻ ആ സമയത്ത് ഉയർത്തുക എന്ന ആ ഒരു സൃഷ്ടിപ്പിനെ, ആ പ്രവൃത്തിയെ അവൻ സൃഷ്ടിച്ചു തരാതെ എനിക്ക് ഉയർത്താൻ കഴിയൂല. അല്ലാഹു ഏകനാണ്, അവനിലേക്ക് എല്ലാവരും ആശ്രയിക്കുകയാണ്. അവനെ ആശ്രയിക്കാതെ ഒരു സെക്കൻഡ് പോലും ഒരു സൃഷ്ടിയുമില്ല, ഒരു മലക്കുമില്ല, ഒരു നബിയുമില്ല, ഒരു വലിയുമില്ല, ഒരു ഡോക്ടറുമില്ല, എഞ്ചിനീയറുമില്ല, ഉദ്യോഗസ്ഥനുമില്ല, പണക്കാരനുമില്ല, ആരോഗ്യമുള്ളവരുമില്ല, ഒരാളും ഇല്ല, ഒരു യന്ത്രവുമില്ല, മന്ത്രവുമില്ല. എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കണമെന്ന് അതാ ഉദ്ദേശിച്ചാൽ, അതേ അല്ലാഹു തആല ചലിപ്പിച്ചിട്ടില്ലെങ്കിൽ ചലിക്കൂല. അവൻ അടക്കി നിർത്താതെ അടങ്ങൂല. ഇതല്ലേ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഈ വിശ്വാസം തുറന്ന് എഴുതുകയും പറയുകയും ചെയ്തതിന്റെ പേരിലാണല്ലോ മഹാനായ സുൽത്താനുൽ ഉലമാ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ ഭരണാധികാരി നിങ്ങൾ പിഴച്ച ആളാണെന്ന് ചിത്രം അതാ മുദ്ര കുത്തിയിട്ട് അതേ അദ്ദേഹം ഇസ്ലാം തന്നെ പുറത്താണെന്ന് വിധി പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സംഭവം വളരെ വിശദമായി ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ആ ഭരണാധികാരിയെ തിരുത്താൻ ഇബ്നുൽ ഹാജിബിൽ മാലിക്കി റളിയല്ലാഹു അൻഹു വേറെ ഒരുപാട് പണ്ഡിതന്മാരും പരിശ്രമിച്ച് അവസാനം ആ
രാജാവ് അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെതിരെ ചില നടപടികൾ എടുത്തപ്പോൾ അതിനൊരു ചുക്കും വില വെക്കാതെ സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രത്തലവന്മാരെ മുന്നിലും കൃത്യമായി സുന്നത്ത് ജമാഅത്ത് അതാ ശരീഅത്ത് വിശദമായി പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ സുൽത്താനുൽ ഉലമാ എന്ന പേര് ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ ശിഷ്യൻ പേര് നൽകിയിരുന്നത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ സുൽത്താനുൽ ഉലമാ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഫ്രഞ്ചുകാര് മുസ്ലിമീങ്ങളെ യുദ്ധം ചെയ്ത് കീഴടക്കി നശിപ്പിക്കാൻ വരുമ്പോ അന്നത്തെ ഒരു ഭരണാധികാരി ജനങ്ങളിൽ നിന്നെല്ലാം പണം വാങ്ങിയിട്ട് സാമ്പത്തിക ഭദ്രതയുണ്ടാക്കി അവരോട് യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോ മഹാർവർകൾ പറഞ്ഞു, രാജാവേ അത് പറ്റൂല. നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന നിങ്ങളെ വീട്ടിൽ എത്ര പൊന്നുണ്ട്, നിങ്ങളെ ഭാര്യയുടെ അടുക്കൽ എത്ര സ്വർണമുണ്ട്, നിങ്ങളെ മക്കളെടുക്കൽ എത്ര സ്വർണമുണ്ട്, ആ സ്വർണമൊക്കെ ആദ്യം അഴിച്ച് വിറ്റ് യുദ്ധത്തിനൊരുങ്ങൂ. അതുപോലെ മന്ത്രിമാരുടെ സ്വർണം, അവരുടെ വീട്ടിലുള്ള സ്വർണം അഴിച്ചു വിറ്റ് യുദ്ധത്തിനൊരുങ്ങൂ. അങ്ങനെ നിങ്ങൾ ഭരണാധികാരികളൊക്കെ ഉള്ളതെടുത്തിട്ട് പിന്നെ മതിയാകുന്നില്ലെങ്കിൽ പൊതുജനങ്ങളോട് പറയാം. സുബ്ഹാനല്ലാഹ്. ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾക്കിടയിലുള്ള വലിയ അംഗീകാരം ഭയപ്പെട്ടതുകൊണ്ട് അന്നത്തെ ആ രാജാവ് അംഗീകരിച്ചു. അങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ മഹാനവറുകളും കൂടെ യുദ്ധത്തിന് പോയി. സുബ്ഹാനല്ലാഹ്. ഫ്രഞ്ചുകാര് കപ്പലുകളിലായി ധാരാളം വന്ന് യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ മുസ്ലിം സൈന്യം പരാജയപ്പെടുകയാണ്. അപ്പോഴാണ് ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ഒരൊറ്റ വിളിയാണ്, യാ റിഹുദീഹിം യാ റിഹുദീഹിം യാ റിഹുദീഹിം. കാറ്റേ അവരെ പിടിച്ചോ, കാറ്റേ അവരെ പിടിച്ചോ, കാറ്റേ അവരെ പിടിച്ചോ. പലതവണ വിളിച്ചങ്ങ് പറയുമ്പോഴേക്ക് ശക്തമായ കാറ്റ് അതാ കടലിൽ വരുന്നു. ഫ്രഞ്ചുകാരെ കപ്പലുകൾ അതാ ഓരോന്നോരോന്നായി ആ തിരമാലകളുടെ മുന്നിലിട്ട് കഥാ പൊട്ടിപ്പൊളിയുന്നു, മുങ്ങി നശിക്കുന്നു. അത് കണ്ടപ്പോഴാണ് ഒരാൾ വിളിച്ചു പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ അറാനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ സഖറ ലഹു റീഹ്. അല്ലാഹു തആല കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്ത ഒരു മഹാനെ കാണാൻ മാത്രം എനിക്ക് ആയുസ് തന്നല്ലോ, അവന് സർവസ്തുതിയുമുണ്ട്. കാറ്റിനെ നിയന്ത്രിച്ചവരുണ്ട് സുഹൃത്തുക്കളെ, പലതിനെയും നിയന്ത്രിക്കുന്നവരുണ്ട്. വൽ മുദബ്ബിറാത്തി അംറാ, പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന പലതുമുണ്ട്, പലരുമുണ്ട് ഇതല്ലേ ഖുർആൻ പറഞ്ഞത്. ഒരാള് രണ്ടാള് എന്നല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് മലക്കുകളും ഒരുപാട് മഹാന്മാരും പല നിയന്ത്രണങ്ങളും ഉള്ളവരുണ്ട്. എന്നാൽ നിയന്ത്രിക്കുന്നവരെയും കൂടി നിയന്ത്രിക്കുന്നവൻ അതാണ് മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിസ്സബി വന്നദീരി. കാറ്റിനെയും മഴയൊക്കെ നിയന്ത്രിക്കുന്ന മീകായിൽ അലൈഹിസ്സലാം അടക്കം ഇതുപോലുള്ള ഏത് മഹാന്മാരെ അടക്കം എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹ്. എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവനാണ് അല്ലാഹ്. അതല്ലേ നമ്മുടെ ചെറിയ മക്കൾക്ക് ഞാനിവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. 25ഓളം സുന്നത്ത് ജമാഅത്തിന്റെ അതേ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ അതിന്റെ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന മദ്രസകളുണ്ട് ഈ പരിസരത്തെന്ന് കേട്ടു. ഇവിടെയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്ന് കേട്ടു. വലിയ സന്തോഷം തോന്നി. നമ്മുടെ മദ്രസകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നു. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്.
ഏത് ഷർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. ചിലർക്കൊരു ധാരണ ഉണ്ട്, സുന്നികളെ വിശ്വാസം ഒക്കെ ഔലിയാക്കളടുത്തു നിന്നാണ്, ഒക്കെ അമ്പിയാക്കളടുത്തു നിന്നാണ്. അങ്ങനല്ലോ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനൽ അംബിയായി വൽ ഔലിയായി എന്നല്ല നമ്മളെ വേറെ പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാ ഖൈറും ഷർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. പിന്നെ അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളും കഅബ ശരീഫും അതുപോലെ തന്നെ ബറക്കത്തും നേർച്ചയും കറാമത്തും മുഅ്ജിസത്തും അതൊക്കെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. ഏതുപോലെ മരുന്ന് രോഗശമനത്തിന് കാരണമാകുന്നത് പോലെ, ഡോക്ടർ കാരണമാകുന്നത് പോലെ, അതുപോലെ തന്നെ ഖുർആനോത്ത് കാരണമാകുന്നത് പോലെ, ദിക്ർ കാരണമാകുന്നത് പോലെ, അങ്ങനെ ധർമ്മം കാരണമാകുന്നത് പോലെ കാരണങ്ങൾ ഒരുപാടുണ്ട്, നിമിത്തങ്ങൾ പലതുണ്ട്. എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹ്. ഈ വിശ്വാസമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളെ, അശ്അരി ത്വരീഖത്തുകാരെ സുബ്ഹാനല്ലാഹ് ശിർക്ക് ചെയ്തവരാണെന്നോ അഥവാ പടച്ചവനിൽ പങ്കു ചേർത്തവരാണെന്നോ ഇസ്ലാമെന്ന് പുറത്തുപോയ കാഫറുകളാണെന്നോ വിധിയെഴുതിയാൽ ആ വിധിയെഴുതിയ മനുഷ്യൻ മഹ്ശറിൽ കുടുങ്ങുന്നത് പോലെ വേറെ ആരും കുടുങ്ങൂല കേട്ടോ. ലോകത്തുള്ള സർവ്വ ഇമാമിങ്ങളെയും സർവ്വ സഹാബികളെയും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണ് എന്ന് വിധിച്ചാൽ അവന്റെ പ്രതിപക്ഷത്ത് ആഖിറത്തിൽ വരുന്നത് ആരെല്ലാമാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ. അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ ശരീഫിന്റെ സമീപത്ത് പോയിട്ട് ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ ഉമ്മത്തിന് മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ്, അവിടുന്ന് മഴ വാങ്ങിത്തരണേ എന്നൊരാള് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വ്യക്തി അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മഴ അതാ ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് വന്ന് നബി തങ്ങളെ ഖബർ ശരീഫിന്റെ സമീപത്ത് എന്ന് മഴയ്ക്ക് ആവശ്യപ്പെട്ടതും അതനുസരിച്ച് അവിടുന്ന് പറഞ്ഞ മറുപടിയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിന് 100% അംഗീകാരം നൽകി. അതേ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്വഭാവം നമുക്കറിയാം. ഒരു കറാഹത്ത് പോലും അവിടുത്തെ ഭരണകാലത്ത് പരസ്യമായി ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. നബിതങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ദിക്റും ദുആക്കും നിൽക്കാതെ എഴുന്നേറ്റ് നിന്ന് സുന്നത്ത് നിസ്കരിക്കുമ്പോ പോയിട്ട് ചുമല് പിടിച്ചിട്ട് അതാ അമർത്തി ഫഹസ്സഹു ഹസ്സതൻ വഖാല ഇജ്ലിസ്, ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ് ഇരുത്തിയ സംഭവം മിസ്കാത്തിലുണ്ടല്ലോ. അത് കണ്ടപ്പോൾ ഹബീബ് നബിതങ്ങൾ അസ്അബല്ലാഹു ബിക യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ നിങ്ങളെ കൊണ്ടല്ല സത്യത്തെ എത്തിച്ചു എന്നല്ലേ പറഞ്ഞത്. അവിടുന്ന് ഫർള് നിസ്കാരത്തിനെയും സുന്നത്ത് നിസ്കാരത്തിനെയും ഇടയ്ക്ക് വിടവില്ലാതെ സുന്നത്ത് നിസ്കരിക്കുന്ന പരിപാടി കൊണ്ടാണ് മുൻഗാമികൾ പലരും പഴച്ചുപോയതെന്നല്ലേ ഓർമ്മിപ്പിച്ചത്. അങ്ങനെ ഒരു കറാഹത്ത് പോലും ചെയ്യാൻ അനുവദിക്കാത്ത നമുക്കറിയാമല്ലോ, ഇമാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത്യാവശ്യ കാരണങ്ങളില്ലെങ്കിൽ മൗമൂമിങ്ങൾ എഴുന്നേൽക്കൽ കറാഹത്താണ്. അതേ ഇമാം ദുആ ചെയ്യുമ്പോൾ അതേ പറഞ്ഞതല്ലേ ഇമാമിന്റെ ദുആ കേൾക്കുന്ന മൗമൂമിങ്ങൾ ആമീൻ പറയൽ സുന്നത്താണ്. ആ സുന്നത്ത് ചെയ്യാതെ എഴുന്നേൽക്കുന്നത് കറാഹത്താണ്. ആ കറാഹത്ത് പോലും ചെയ്യാൻ അനുവദിക്കാത്ത ഉമർ ഇബ്നുൽ ഖത്താബിനോടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിന്റെ സമീപത്ത് നബിതങ്ങളെ വിളിച്ചു തേടിയ സംഭവം പറയുമ്പോൾ അവിടുന്ന് അതിന് അതിരായ ഒരക്ഷരവും പറയാതെ അതിന് 100% അംഗീകാരം കൊടുത്തത് ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു സ്വഹീഹായ പരമ്പര കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് എല്ലാ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയില്ലേ. ഇബ്നു അബീ ശൈബ തങ്ങളെ മുസന്നഫിൽ വളരെ കൃത്യമായ സ്വഹീഹായ പരമ്പരയിൽ ആ ഹദീസ് വന്നതല്ലേ.
ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുതൽക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മഹാന്മാരെയും മുസ്ലിമീങ്ങളെയും അവരൊക്കെ ചെയ്തത് ശിർക്കാണെന്ന് പറയുന്ന മൗദൂദിയും അവരൊക്കെ ചെയ്തത് ശിർക്കാണെന്ന് പറയുന്ന പുത്തൻവാദികൾ സലഫികളും മുജാഹിദുകളും അതുപോലെ അവരുടെ വാദത്തിൽ കുഴപ്പമില്ലെന്നും അത് തന്നെയാണ് ശരിയെന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തും എല്ലാം ആഖിറത്തിന്റെ വിഷയത്തിൽ അറിവില്ലാതെ ജനങ്ങൾക്ക് പിഴവിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നവരായി പോയി. പടച്ചവൻ മുഅ്മിനീങ്ങൾക്ക് ശരിയായ ദീന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും തൻ്റെ ഇടവും നൽകട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ കൈവശമുള്ളതെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതാണ്, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കൈവശത്തിലുള്ളതെല്ലാം ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. അവർ പഠിപ്പിച്ചതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നവരൊക്കെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ചില സംശയങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് വളരെ സൗമ്യമായി തെളിവ് സഹിതം കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ മാറ്റം വരും. നേരത്തെ ഞാൻ സിറാജുൽ ഹുദയെ പറ്റി പറഞ്ഞു. കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുമ്പോൾ 11 മഹല്ലിൽ സുന്നത്തി ജമാഅത്തിന് ഒരൊറ്റ പള്ളിയുമില്ല, ഒരൊറ്റ മദ്രസയുമില്ല. അവിടെ പോയി ഓലഷെഡ് കെട്ടി മദ്രസയും പള്ളിയൊക്കെ തുടങ്ങിയതാ. അൽഹംദുലില്ലാ 11 സ്ഥലത്തും ഇപ്പോൾ ജുമാഅത്ത് പള്ളികളുണ്ട്, 11 സ്ഥലത്തും മദ്രസകളുണ്ട്. അവിടൊക്കെ നിറയെ കുട്ടികളുണ്ട്, ജുമാഅക്കും ജമാഅത്തിനും നിറയെ ആളുകളുണ്ട്. ഉണ്ടാക്കിയ പള്ളിയിലൊന്നും സ്ഥലമില്ലാത്ത ബേജാറാണ്. എങ്ങനെയാ ഉണ്ടായത്? അവിടെയുള്ള ജനങ്ങൾ മാറിയതാ. എങ്ങനെയാ മാറിയത്? ശരിക്കും ഇസ്ലാമിന്റെ തെളിവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ അവർക്ക് സുന്നത്തി ജമാഅത്തിലേക്ക് വന്നു. അത് സ്വാഭാവികമാണ്. ഒരു മനുഷ്യനും നരകത്ത് കിടക്കണോ വിചാരിച്ച് മുജാഹിദാവൂല, നരകത്ത് കിടക്കണോ വെച്ച് തബ്ലീഗ് ജമാഅത്താവൂല, നരകത്ത് കിടക്കണോ വിചാരിച്ച് ജമാഅത്ത് ഇസ്ലാമി ആവൂല. അറിവില്ലാത്തതുകൊണ്ട് പെട്ടുപോവുകയാണ്. അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. അത് അവരുടെ കടപ്പാടാണ്. ആ കടപ്പാട് അവർ നിർവഹിക്കണം. ഇസ്ലാമിന്റെ ജീവൻ നിലനിർത്തണം. അത് പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം നിർവഹിക്കുമ്പോൾ എന്ത് ത്യാഗത്തിന് മുതിരേണ്ടി വന്നാലും മുതിരണം. അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ട് ദീനിന്റെ പ്രവർത്തനം നടത്തണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, എന്നാൽ സുന്നിയാണെന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന് വ്യതിചലിച്ചു പോകുന്ന ചിലരുണ്ട്. അതേതാണ് കക്ഷി? അത് മുർജിയത്തിന്റെ ആശയം സ്വീകരിച്ചവരാണ്. മുർജിയത്ത് എന്ന് പറയുന്നത് ഒരു പുത്തൻവാദിയാണ്. മുർജിയത്ത് അവരെ വാദം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി, പിന്നെ നിസ്കാരം വേണമെന്നില്ല, ഹജ്ജ് വേണമെന്നില്ല, നോമ്പ് വേണമെന്നില്ല, വിശ്വാസം ശരിയായാൽ മതി എന്ന് പറയുന്ന മുർജിയത്ത് അവർക്കെതിരാണ്. സഹീഹുൽ ബുഖാരിയിലെ എത്രയോ അധ്യായങ്ങളും ഹദീസുകളും എന്ന് ബുഖാരി ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം. അതേ മുർജിയത്തിന്റെ വാദം ഉന്നയിച്ച് ശൈഖായ മതി, മുരീദായ മതി, പിന്നെ നിസ്കാരം വേണ്ട, കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യാജ ത്വരീഖത്തുകാരുണ്ടല്ലോ, അവരും വളരെ ദീനിൽ നിന്ന് അകന്നുപോയി. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗം ഏതാണ്? സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, 5 വഖ്ത് നിസ്കരിക്കാൻ പടച്ച റബ്ബിന്റെ കൽപ്പനയാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണ് 5 നേരത്തെ നിസ്കാരം. അത് ആ സമയത്ത് തന്നെ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. അതൊരിക്കലും തന്നെ ഖളാ ആക്കാൻ പറ്റൂല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്ദിയാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാത്ത്. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതിമഹത്തായത് നിസ്കാരമാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഏത് തിരക്കിലാണെങ്കിലും ഒരു നേരത്തെ നിസ്കാരവും ഖളാക്കല്ലേ.
ഓരോ സെക്കൻഡിലും നമ്മുടെ ഹൃദയമിടിപ്പ് നടക്കുന്നില്ലേ? രക്തം ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ? നമുക്കറിയാമല്ലോ. നമ്മളതാ ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോ ആ രോഗിയുടെ രക്തത്തിന്റെ ഗ്രൂപ്പ് നോക്കുന്നു. ആ രക്തത്തിന്റെ ഗ്രൂപ്പ് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു, ഇദ്ദേഹത്തിന് ഓപ്പറേഷന് മുമ്പ് രക്തം കയറ്റണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ രക്തം കയറ്റണം, അതിനു വേണ്ടി ഇതേ ഗ്രൂപ്പുള്ള രക്തം വേണം. എന്തെല്ലാം കണ്ടുപിടുത്തം ഇവിടെ നടന്നു. സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലൊക്കെ പോയി തിരിച്ചു വന്നു. അങ്ങനെ പലതും നടന്നു. അതുപോലെ തന്നെ ചെറിയ പിഞ്ചു മക്കളെ മിസൈലിട്ട് കൊല്ലുന്നതിനിവിടെ സംവിധാനം ശാസ്ത്രീയമായി ഉണ്ടാക്കി പഠിച്ചു. എന്നിട്ട് അക്രമത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ. ഫിർഔൻ എന്ന് പറയുന്ന ഒരു വലിയ തീവ്രവാദി ഉണ്ടായിരുന്നു. ആ ഫിർഔനെയും വെല്ലുവിളിക്കുന്ന വിധം ആയിരക്കണക്കിന് പിഞ്ചു മക്കളുടെ തലയിൽ കൊണ്ടുപോയി ബോംബിടുന്നതിനൊരു മടിയുമില്ലാത്ത രാഷ്ട്രത്തലവന്മാരില്ലേ? അതിങ്ങനെ കണ്ടു നോക്കിയിട്ട് അതിനെ പിന്തുണക്കുന്ന രാഷ്ട്രക്കാരുമില്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, രക്തം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രക്തത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് രക്തം കയറ്റാനുള്ള ഒരു സംവിധാനം പോലും ഇവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയതായി എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. യജമാനനായ റബ്ബല്ലേ നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നവൻ, അവനല്ലേ പമ്പ് ചെയ്യിപ്പിക്കുന്നവൻ, അവനല്ലേ രക്തം നടത്തിക്കുന്നവൻ. അതേ ഹാർട്ടിനൊരു ചെറിയ പ്രശ്നം വന്നാൽ, കിഡ്നിക്കൊരു പ്രശ്നം വന്നാൽ, കരളിനൊരു പ്രശ്നം വന്നാൽ, ബ്രെയിനിനൊരു പ്രശ്നം വന്നാൽ ഈ പാവപ്പെട്ട എനിക്ക് പരിഹരിക്കാൻ കഴിയോ? നിങ്ങൾക്ക് കഴിയോ? റബ്ബേ, ഞങ്ങൾ ആരെയും അത്തരം വിഷമമുള്ള രോഗങ്ങളിലൊന്നും പെടുത്തരുത് അല്ലാ. അങ്ങ് ലണ്ടനിലുള്ള ഒരു പെങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തകൻ ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ, ഏത് രാജ്യത്ത് ഏത് രോഗികൾ എന്ത് വിഷമമുള്ളവരുണ്ടോ, ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും കൊടുക്കുന്നവരോ ബന്ധപ്പെട്ടവരോ ഏത് രോഗികളുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തെ ഓരോ സെക്കൻഡിലും സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് 24 മണിക്കൂറിനുള്ളിൽ അതേ ഒരു 7 മണിക്കൂറോളം നിങ്ങൾക്ക് ഉറങ്ങി വിശ്രമിക്കാനുള്ള സമയമാണ്. കഴിച്ച് ബാക്കി ഒരു 17 മണിക്കൂറില്ലേ? ആ 17 മണിക്കൂറിനൊരു 17 റകഅത്ത് നിസ്കാരം, അത് നിങ്ങൾ കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കാൻ റബ്ബ് പറഞ്ഞപ്പോൾ ആ റബ്ബിന്റെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്തുകൂടെ? ഒരു റുകൂഅ് ചെയ്തുകൂടെ? അവന്റെ മുമ്പിൽ നിന്ന് തക്ബീർ ചൊല്ലി അതാ ഫാത്തിഹ ഓതി നിസ്കരിച്ചൂടെ? അവന്റെ ഹബീബായ നബി തങ്ങളെ വിളിക്കാനും പറയാനും അവൻ കൽപ്പിച്ചതിനാൽ മദീനയിൽ കിടക്കുന്ന നേതാവിനെ ഒന്ന് വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ അങ്ങേക്ക് സലാം എന്നൊന്ന് അഭിമുഖമായി പറഞ്ഞുകൂടെ? അവിടുത്തെ പേരിൽ സലാത്തിയുൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും അലാലി മുഹമ്മദ് സലാത്തൊന്ന് കൃത്യമായി ചൊല്ലിക്കൂടെ? അവിടുത്തെ പേരും കൂടി പറയുന്ന ഷഹാദത്ത് കലിമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതൊന്ന് കൃത്യത്തിന് പറഞ്ഞുകൂടെ? അതില്ലാതെ സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങിയാൽ, ദുഹറിന്റെ സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ, അസറിന്റെ സമയത്ത് അതാ നിസ്കാരമില്ലാതെ പ്രകടനത്തിന് പോയാൽ, മഗ്രിബ് നിസ്കരിക്കാതെ നമ്മൾ സമയം കളഞ്ഞാൽ, ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ, എല്ലാം തന്ന റബ്ബിനോട് ഏറ്റവും നന്ദി കെട്ടവനായി പോയില്ലേ? അതുകൊണ്ട് ഇസ്ലാമിന്റെ ഹയാത്ത് നിലനിൽക്കണം. മുഅ്മിനീങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. പുരുഷന്മാർ
കഴിയുന്നതും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയിൽ നിന്നല്ലാതെ പള്ളിയുടെ പരിസരങ്ങളിലുള്ളവർക്ക് പരിപൂർണ നിസ്കാരമില്ല. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരോടാ? രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സഹാബിയോടാണ് പറഞ്ഞത്. ബാങ്ക് കേൾക്കുമെങ്കിൽ വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. അപ്പൊ പുരുഷന്മാര് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. സ്ത്രീകളെ, നിങ്ങളും കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഖളാക്കാൻ പാടില്ല. നിങ്ങൾക്ക് പുരുഷന്മാരുമായി പല വ്യത്യാസങ്ങളും ഉണ്ട്, നിയമത്തിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒറ്റ ശരീഅത്താണ്. പക്ഷേ ശരീഅത്തിൽ വിവിധങ്ങളായ ആളുകൾക്ക് വിവിധ നിയമങ്ങളുണ്ട്. പുരുഷന്മാർ മാസം എല്ലാ ദിവസവും നിസ്കരിക്കണം. അതേ സമയത്ത് മെൻസസ് ഉള്ള സ്ത്രീകൾ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. നിയമം അങ്ങനെയാണ്. എന്നാൽ ആ മെൻസസ് നിലക്കുന്നത് മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയത്താണെങ്കിൽ, മഗ്രിബാകാൻ 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ്, ആ സമയത്താണ് മെൻസസ് നിന്നു പോകുന്നത്. എന്നാൽ അവർ കുളിച്ചു വൃത്തിയായി മഗ്രിബ് നിസ്കരിക്കുന്നതിന്റെ പുറമെ അസറും നിസ്കരിക്കണം. അതിന്റെ നേരെ മുമ്പത്തെ ളുഹ്റും നിസ്കരിക്കണം. ഇതുപോലെ സുബ്ഹിയോട് അടുത്ത സമയം, അതിന് മുമ്പാണ് പിന്നെ പറയണ്ടല്ലോ. മെൻസസ് നിൽക്കുകയാണെങ്കിൽ സുബ്ഹി നിസ്കരിക്കുന്നതിന്റെ പുറമെ ഇശാവും മഗ്രിബും നിസ്കരിക്കണം. ഇത് മഹല്ലി ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം. അത് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ അറിവാണ്. അറിവുള്ളവരുണ്ടാകണം, അറിവ് പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പോൾ അടുത്ത് കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു പ്രസംഗം, അത് നിങ്ങൾ അതിന്റെ ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഈ കസേര നിസ്കാരത്തെ സംബന്ധിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കസേരയിൽ വെച്ച് നിസ്കരിക്കാൻ ഒരു നിലക്കും നിൽക്കാനും വേറെ നിലക്ക് ഇരിക്കാനും കഴിയാത്തവർക്ക് പഴുതുണ്ട്. എന്നാൽ നല്ല ജോറായിട്ട് നടന്ന് പള്ളിയിലേക്ക് വന്നിട്ട് പിന്നെ കസേര മേലിരുന്ന് നിസ്കരിക്കുക. അയാൾക്ക് നിൽക്കുന്നതിനും കുഴപ്പമില്ല, നടക്കുന്നതിനും കുഴപ്പമില്ല, ഓടുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ ഒരു സുഖിക്കാനുള്ള പരിപാടിയായിരുന്നു കസേരകൾ. അങ്ങനെ നിസ്കാരം ബാത്തിലായി പോകും. നിസ്കാരത്തിന്റെ ഫർളാണ് ഖിയാം. കഴിവുള്ളവൻ നിൽക്കുക. കഴിവുള്ള വെച്ചാൽ സാമ്പത്തിക കഴിവുള്ളവനല്ല, നിൽക്കാൻ കഴിവുള്ളവൻ. കഴിവ് സ്വന്തത്തിലുണ്ടായാൽ നിൽക്കണം, പിടിച്ചിട്ട് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ പിടിച്ചിട്ട് നിൽക്കണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ അല്ലാഹു തആല അവിടുത്തേക്ക് വലിയ ദീർഘായുസ്, ഹിമ്മത്തോടെ, തൗഫീഖോടെ അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലും നമുക്ക് നേതൃത്വം കൊടുക്കുന്നതിലുമായി അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒന്ന് സഹായിച്ചു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല വലിയ ആഫിയത്തും സലാമത്തും എല്ലാം മഹാനവറുകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനാണ്, വൈസ് പ്രസിഡന്റാണ്. മർക്കസു സഖാഫത്തി സുന്നിയുടെ പ്രസിഡന്റാണ്. സമസ്ത കേരള ഇസ്ലാം മത സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റാണ്. SMAയുടെ ട്രഷററാണ്. സിറാജുൽ ഹുദയുടെയും പ്രസിഡന്റാണ്. അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ വലിയ സേവനമനുഷ്ഠിക്കുന്ന തങ്ങൾ വിശ്രമമില്ലാതെ ഈ പ്രായത്തിലും
നന്നായി ദീനിന്റെ ഖിദ്മത്തിൽ വ്യാപൃതരാവുകയാണ്. അല്ലാഹു തആല വലിയ ദീർഘായുസ് ആഫിയത്തോടെ കൊടുക്കട്ടെ. ഞാൻ ചെറുപ്പത്തിൽ SSFന്റെ പ്രവർത്തകനായിരുന്ന കാലത്ത് എനിക്ക് പ്രചോദനം നൽകാൻ, എന്നെ ശക്തിപ്പെടുത്താൻ എൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും തങ്ങളവറുകൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കൂടെ അജ്മീറിലും അഹമ്മദാബാദിലും മംഗലാപുരത്തും ബാംഗ്ലൂരിലുമൊക്കെ വന്ന് എൻ്റെ കൂടെ SSFന്റെ സ്റ്റേറ്റ് ഓഫീസിന് വേണ്ടി കളക്ഷൻ എടുക്കാൻ വന്നത് ഓർമ്മയിലുണ്ട്. അങ്ങനെ വളരെ നേരത്തെ തന്നെ മഹാനവറുകൾ സജീവ രംഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ഉള്ള ഒരു മഹാനാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലെത്തി സമാപന ദുആ തങ്ങളവറുകൾ നടത്തും. ഞാൻ എൻ്റെ വണ്ടിക്ക് യാത്ര ചെയ്യണം. നാളെ രാവിലെ 9 മണിക്ക് തളിപ്പറമ്പിനടുത്ത് സിറാജുൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ നിക്കാഹിനെത്തണം. അത് കഴിഞ്ഞ് കാസർഗോഡ് ജുമാക്കെത്തണം. കാസർഗോഡ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷ പരിപാടിയുടെ പ്രഖ്യാപന സമ്മേളനമാണ് വരുന്ന 30-ാം തീയതി. നിങ്ങളുടെ ഈ ജില്ലയിൽ നമ്മുടെ സംഘടനാ കുടുംബത്തിൽ പ്രതിനിധികളായി രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുകയും ആ വലിയ പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കുകയും വേണം. എല്ലാവരെയും ക്ഷണിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നെയും നമുക്ക് പല പരിപാടികളും വരും, അപ്പോൾ ക്ഷണിക്കും. ഇപ്പോൾ പ്രതിനിധികളായി ആരെയാണോ ക്ഷണിക്കപ്പെട്ടത് അവർ എല്ലാവരും 30-ന് തന്നെ അവിടെ എത്തണം. കൃത്യം 4 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരുന്ന പ്രതിനിധി സമ്മേളനം. രജിസ്റ്റർ ചെയ്താലേ വരുന്നവർക്ക് കസേര കിട്ടൂ, അവർക്ക് ഭക്ഷണം പൊതി കിട്ടൂ, അങ്ങനത്തെ പലതും കൊടുക്കണമെങ്കിൽ എണ്ണം കിട്ടണം. അതുകൊണ്ട് അത് നിർബന്ധമാണ്. ഇരിക്കട്ടെ, വേറെ ആരെങ്കിലും വന്നാൽ കയറ്റൂല എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ ഇതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും അതിൽ ഓർമ്മയിൽ വെക്കണം. SSFകാരും SYSകാരും സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രതിനിധികളും SMA-യുടെ പ്രതിനിധികളും ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധികളും എല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടവർ രജിസ്റ്റർ ചെയ്യണം എന്ന് കൂടി ഉണർത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ കൃത്യമായി നമ്മൾ നിസ്കരിക്കണം. സ്ത്രീകൾ അവരെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. കാരണം ഞാൻ പറയേണ്ടതില്ല, സ്ത്രീകളെ സ്വർഗ്ഗത്തിൽ കടത്താൻ വേണ്ടി വന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അവിടുത്തെ ഭാര്യ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ, അവിടുത്തെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫമാ അലിംതു മിന്നൻ ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഒരു അതാ രാത്രിയോ പകലോ ഒരു ജമാഅത്തിനോ ഒരു ജുമുഅക്കോ നബിയുടെ ഭാര്യമാരും പെൺകുട്ടികളും അതാ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എന്തേ കാരണം? അവിടുന്ന് തന്നെ പറയുന്നു, അവരെ വീടാണ് അവർക്ക് നിസ്കരിക്കാൻ ഖൈറത്ത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഓതിയില്ലേ, ഫലാ റബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിബൂക ഫീമാ ശദറ ബൈനഹും. നബി തങ്ങളുടെ തീരുമാനം അംഗീകരിക്കാതെ അതേ റബ്ബിനെ തന്നെ സത്യം ശരിയായ മുഅ്മിനാകൂല. ഓ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുന്ന് ഈ ദർസ് നടത്തിയൊരു നാടാണിതെന്നറിഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവിടുത്തെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് എന്നിങ്ങനെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ നമ്മുടെ ഗുരുനാഥന്മാരുടെ
ഗുരുനാഥന്മാരെ ഗുരുനാഥനാണല്ലോ. മഹാനവറുകളെ ശിഷ്യൻ കുഞ്ഞഹമ്മദ് ഹാജി വലിയ മഹാപണ്ഡിതനാണ്. അവിടുത്തെ ശിഷ്യൻ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്. അതേ, അവരുടെ ശിഷ്യൻ സദഖത്തുള്ള മുസ്ലിയാരും കീഴന ഉസ്താദും അതുപോലെ കണ്യത്ത് ഉസ്താദ് തുടങ്ങിയ ആലിമീങ്ങൾ വലിയ പണ്ഡിതന്മാരാണ്. അതേ, കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്. അങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ അവരുടെ ശിഷ്യ പരമ്പരയിൽ ഓക്കെ ഉസ്താദ് വലിയ മഹാപണ്ഡിതനാണ്. ഞാൻ ഇന്ന് രാവിലെ ഓക്കെ ഉസ്താദിന്റെ ആണ്ടനുസ്മരണത്തിൽ പങ്കെടുത്ത് വരികയാണ്. അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണല്ലോ സുൽത്താനുൽ ഉലമ, അതുപോലെ കോട്ടൂർ ഉസ്താദ് താജുൽ മുഹദ്ദിഖീൻ കോട്ടൂർ ഉസ്താദ്, അതുപോലെ സുലൈമാൻ ഉസ്താദ്. നമ്മളെ നേതാക്കൾ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അവരുടെ ശിഷ്യന്മാരാണല്ലോ നമ്മൾ എങ്കിൽ നമ്മുടെ അതാ വലിയ പിതാമഹന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, അവരൊക്കെ ഏത് ബഹർ പോലുള്ള ആലിമീങ്ങളാണ്. അവര് തവസ്സുൽ അംഗീകരിച്ചു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തവസ്സുൽ ചെയ്തത് ബുഖാരിയിലുണ്ടല്ലോ. അതെ, അതുപോലെ തവസ്സുലിനെ കുറിച്ച് ഖുർആൻ തന്നെ യസ്തഫ്തിഹൂന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ നമ്മുടെ ആലിമീങ്ങൾ കാണിച്ചു തന്ന വഴി പിന്തുടർന്ന് കൃത്യമായി നിസ്കരിക്കണം. കഴിവുള്ളവർ സക്കാത്ത് നൽകണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം. പോരാ, ഞാൻ തുടക്കം തന്നെ പറഞ്ഞില്ലേ, വെറും ഒരു നോമ്പും നിസ്കാരവും മാത്രമല്ലല്ലോ ഇസ്ലാം ദീൻ. കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, മാതാപിതാക്കളെ അങ്ങേയറ്റം ആദരിക്കണം, സ്നേഹിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കൾ അനുസരിക്കാത്ത ചെറുപ്പക്കാരാകരുത്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, സ്വന്തം ഭാര്യമാരോട് നല്ല പെരുമാറ്റമാകണം, സൽ സ്വഭാവത്തിൽ പെരുമാറണം. ഭാര്യമാരോട് കടികടി എന്ന സ്വഭാവം പറ്റൂല. അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. അവരെ ബാപ്പയെയും ഉമ്മയെയും പറയാൻ പാടില്ല. അതേ, അവരുടെ ആങ്ങളമാരെ കുറ്റം അവരെ മുന്നിന്ന് പറയാൻ പാടില്ല. ഒരിക്കലും ഒരാളെ കുറ്റവും പറയരുതെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം. അവരെ മനസ്സ് വേദനിപ്പിക്കാനല്ലല്ലോ ഭർത്താവ്, മറിച്ച് അവരെ മനസ്സിന് സന്തോഷം കൊടുക്കാനല്ലേ ഭർത്താവ്. ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് മനസ്സിന് സമാധാനം കൊടുക്കണം. ഭാര്യമാരെ സംശയിക്കാൻ പാടില്ല. ആരെയും സംശയിക്കരുതെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. ആരെയും തെറ്റിദ്ധരിക്കരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുപോലെ ഭർത്താക്കന്മാരെ ഭാര്യമാരും സംശയിക്കരുത്. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി ഭാര്യമാര് ജീവിക്കണം. അതേ, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച സ്ത്രീ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നല്ലേ നബി തങ്ങളെ വാക്ക്. മാതാപിതാക്കളെ പൊരുത്തത്തിലാണ് അള്ളാന്റെ പൊരുത്തം എന്നല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചോടയാണ് സ്വർഗം എന്നല്ലേ മക്കളെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. വേണം ബാപ്പ ഉമ്മയുടെ പൊരുത്തം വേണം, ഭർത്താവിന്റെ പൊരുത്തം വേണം, പ്രായമുള്ളവരുടെ പൊരുത്തം വേണം, സാലിഹീങ്ങളുടെ പൊരുത്തം വേണം. ഇമാം അതായ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, കാറ്റേ പിടിക്കൂ എന്ന് പറയുമ്പോ കാറ്റതാ ഫ്രഞ്ചുകാരെ നശിപ്പിച്ച സംഭവം ഞാൻ പറഞ്ഞില്ലേ. ആ മഹാനായ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു രാജാവിന് കത്തയച്ചപ്പോൾ അതിലെഴുതിയില്ലേ, അതാ അല്ലാഹുവിന്റെ കലാമ് അള്ളാന്റെ സിഫത്താണ്, അത് ഖദീമായ സിഫത്താണ്. അതിവിടെ ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സാധനമല്ല, അത് റബ്ബിന്റെ ദാത്തിലുള്ള സിഫത്താണ്. ആ സിഫത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് നമ്മുടെ മുസ്ഹഫിലുള്ള വാചകങ്ങൾ, അക്ഷരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മുസ്ഹഫിന് വലിയ ബഹുമാനമുണ്ട്. അശ്അരി തരീഖത്തുകാരായ അഹ്ലുസുന്നത്ത് മുസ്ഹഫിനെ നിന്ദിക്കുന്നവരാണെന്ന് പച്ചക്കള്ളം പറഞ്ഞ് സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അന്നത്തെ മുഅ്തസിലത്ത്. അവർക്കെതിരെ എഴുതിയ കത്തിലാണ് കാര്യം പറയുന്നത്. മുസ്ഹഫിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ.
സുന്നത്ത് ജമാഅത്തിന് ആശയം കൊണ്ട് തകർക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇല്ലാത്ത കള്ളം വെച്ച് കെട്ടി പരാജയപ്പെടുത്താൻ ശ്രമിക്കലാണ് മുമ്പേ വിരോധികളുടെ പതിവ്. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാനവറുകൾ അവിടെ പറഞ്ഞത് കാണാം. അതേ മുസ്ഹഫിലുള്ള അക്ഷരങ്ങളെ ബഹുമാനിക്കണം, മുസ്ഹഫിനെ ബഹുമാനിക്കണം. മുസ്ഹഫിന്റെ എഴുത്ത് മാത്രമല്ല, അതിന്റെ അരുവിലുള്ള കടലാസ് വെള്ളയാണെങ്കിൽ പോലും അതടക്കം എടുക്കാനും തൊടാനും വേണം. ബഹുമാനമാണ്. ഇതുപോലെ അമ്പിയാക്കളെ ബഹുമാനിക്കുന്നത്, ഉബ്ബാദ് ആബിദീങ്ങളെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, സാലിഹീങ്ങളെ ബഹുമാനിക്കുന്നത്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത്, അതെല്ലാം അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മഹാന്മാരെ മഖ്ബറയിൽ പോയാലോ, മഹാന്മാരെ ആദരിച്ചാലോ, അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമല്ല, ഈമാൻ ഉറപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ അവരെ കിതാബുകളിലുടനീളം എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് തഖ്വയോടെ ജീവിച്ച് ഭരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈമാനും തഖ്വയും നീ ഏറ്റിത്തരണേ അല്ലാ. ഇവിടെ വന്നപ്പോ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം എന്നോട് പറയാതെ പോകാൻ പറ്റൂലല്ലോ. ഇവിടെയുള്ള പള്ളി, ആ പള്ളിയിൽ ജുമാ നടക്കുന്നു, നിസ്കാരം നടക്കുന്നു, അതുപോലെ കുട്ടികൾ പഠിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പള്ളിയിലാണല്ലോ ദർസ്, നാട്ടുകാരാണല്ലോ ഭക്ഷണം കൊടുത്തത്. മുഹാജിരീങ്ങൾ ഭക്ഷണം കഴിച്ചു, അൻസാരികൾ ഭക്ഷണം കൊടുത്തു. അങ്ങനെ തുറന്നു വരികയാണല്ലോ ദർസുകൾ. അൽഹംദുലില്ലാഹ്. ഈ മഹത്തായ പള്ളി, അതിൻ്റെ മേലെ ഒരു നില എടുക്കൽ നിർബന്ധമായിരിക്കും. അതിനൊരു ചുരുങ്ങിയതൊരു 10 ലക്ഷം റുപ്യെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്ത് നടത്താമായിരുന്നു എന്ന് സംഘാടകർ പറഞ്ഞു. അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, അള്ളാഹു തന്നതിൽ നിന്ന് റബ്ബ് തരും എന്ന പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട താഹ ഉസ്താദ് ജാരിയായ സദഖയുടെ വലിയ ഗുണം പറഞ്ഞില്ലേ? നമ്മൾ മരിച്ച് ഖബർ കിടക്കുമ്പോഴും പ്രതിഫലം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി വരുന്ന സദഖ ജാരിയ, അത് അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി ആകുമ്പോഴോ, മംബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അള്ളാഹു വീട് പണിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പള്ളി നിർമ്മാണം നടത്തിയവരെ കുറിച്ച് പറഞ്ഞു. അല്ലാഹ്, ഞങ്ങളെ അമലുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നല്ലത് ചെയ്യാൻ സാമ്പത്തിക, ശാരീരിക, മാനസികമായ സർവ തൗഫീഖും തരണം റഹ്മാനെ. ആരാ ഒരു നല്ല, അതുപോലെ ആർക്കെന്ത് പ്രശ്നങ്ങളുണ്ടോ അല്ലാഹുവേ നീ പരിഹരിച്ചു തരണം റഹ്മാനെ, നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശം കൽബിലുണ്ടോ നീ അത് നിറവേറ്റി തരണം റഹ്മാനെ. എവിടെ ഗർഭിണികളുണ്ടോ സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്ത പലരും ദിക്ർ എഴുതി വാങ്ങിയവരുണ്ട്, നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഗർഭത്തിലുള്ള ശിശു ചലനമില്ല എന്ന് പറഞ്ഞ് ഇന്നോ ഇന്നലെയോ വിളിച്ചു പറഞ്ഞ് ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ ആ കുട്ടി അടക്കം ഗർഭത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പരിപൂർണ ആരോഗ്യം നൽകി സലാമത്തോടെ സുഖപ്രസവത്തിൽ ആരോഗ്യമുള്ള തഖ്വയുള്ള മക്കളെ കൊടുക്കണം റഹ്മാനെ. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഖൈറായ വിവാഹം എളുപ്പമാക്കണം റഹ്മാനെ. കടങ്ങളുള്ളവർക്കത് വീട്ടിൽ തരണം റഹ്മാനെ. വീടില്ലാത്തവരുണ്ട്, വീട് എളുപ്പമാക്കണം റഹ്മാനെ. ജോലിയില്ലാത്തവർ വിദേശത്തും നാട്ടിലുമുണ്ട്, ഖൈറായ ജോലി എളുപ്പമാക്കണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, ആഫിയത്തോടെ, തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ. ഖുൽ ഹുവല്ലാഹു അഹദ്
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أوصل اللهم ثواب ما قرأناه من القرآن العظيم وما صلينا على النبي صلى الله عليه وسلم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا محمد صلى الله عليه وسلم وإلى رواه سائر الأنبياء والمرسلين وإلى رواه أصحاب البدريين والأحديين والحنينيين والخندقيين وسائر الصحابة والكرامة كلهم أجمعين وإلى رواه سائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا رضوان الله تعالى عن كل واحد منهم أجمعين وإلى أرواح من نبيناهم خاصة وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقاربنا. اللهم اجعل ثواب ذلك فداء لنا ولهم من النار. اللهم اجعل ثواب ذلك فكاكا لنا ولهم من النار. اللهم اجعل ثواب ذلك مونسا لنا ولهم في قبورنا وقبورهم إلى يوم القيامة. اللهم يا رب ارحم غربتهم وآمن روعتهم ونفس غربتهم وارفع درجتهم وكلنا ولهم وليا وبنا وبهم حفيا. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم ونسألك الجنة وما قرب إليها من قول وعمل ونية واعتقاد ونعوذ بك من النار وما قرب إليها من قول وعمل ونية واعتقاد. اللهم طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام. اللهم نذر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا
واشغل بالاعتبار أفكارنا وقنا شر وساوس الشيطان وأجرنا منه يا رحمن. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا. اللهم انتصرنا انتصار أوليائك على أعدائك يا رب العالمين. اللهم إنك تعلم حوائجنا وحوائج من أوصانا بالدعاء فاقضها يا قاضي الحاجات، وإنك تعلم أمراضنا وأمراض مرضانا فاشفها يا شافي الأمراض. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا ولا تردنا خائبين ببركات هؤلاء الشرفاء المذكورين وبمحض فضلك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه എല്ലാവരും وسلم. മഹാനായ സയ്യിദ് അവർ